ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യൽ മീഡിയനെ പറ്റിയിട്ടും അതുപോലെ തന്നെ നമ്മൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നത് വഴിയുള്ള കുറേ ബെനിഫിറ്റ്സും കാര്യങ്ങളും അതുപോലെ സർവീസുകൾ അതൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന കുറച്ച് ത്രെട്ടുകളുണ്ട്. എന്തൊക്കെ ഭീഷണികളാണ് നമ്മൾ നേരിടേണ്ടി വരുന്നത്, അതിനെ പറ്റിയിട്ടൊക്കെയാണ് ഡിസ്കസ് ചെയ്യണേ. അപ്പോൾ സോഷ്യൽ മീഡിയ എന്താണെന്ന് നോക്കാം. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, ഇന്ന് എല്ലാവർക്കും അറിയണ കാര്യമാണ് എന്താണ് സോഷ്യൽ മീഡിയ അല്ലേ. എന്തെങ്കിലും ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പണ്ട് അറിഞ്ഞിരുന്നത് ന്യൂസിലോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിലോ വരുമ്പോഴൊക്കെയാണ്. ഇപ്പോൾ അങ്ങനെയല്ല. കറൻ്റ്ലി ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ ലൈവായിട്ട് തന്നെ നമ്മൾ കാണുകയും അറിയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് സോഷ്യൽ മീഡിയയുടെ പ്രസൻസ് കൊണ്ട് തന്നെയാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എന്താണ്? ഈ ഫേസ്ബുക്ക് വഴിയോ ട്വിറ്റർ വഴിയോ അതുപോലെ ഇൻസ്റ്റഗ്രാം വഴിയൊക്കെ കറൻ്റ്ലി നടക്കുന്ന കാര്യങ്ങൾ വീഡിയോസായിട്ടോ കണ്ടൻറ്റായിട്ടോ ഒക്കെ ഷെയർ ചെയ്യപ്പെടുന്നു. അത് പല തരത്തിൽ ആൾക്കാരിലേക്ക് എത്തുന്നു. അങ്ങനെ അപ്പോൾ അതിനെയാണ് നമ്മൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നുണ്ട്, social media refers to the use of mobile and web-based technologies through which individuals and communities can create, share, discuss and modify content. അല്ലേ? സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു മൊബൈലോ അല്ലെങ്കിൽ വെബ് ബേസ്ഡ് ടെക്നോളജിയോ യൂസ് ചെയ്തുകൊണ്ട് ഒരാളോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയോ എന്തെങ്കിലും ഒരു കണ്ടൻറ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുന്നു, മോഡിഫൈ ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സോഷ്യൽ മീഡിയയുടെ ക്ലാസിഫിക്കേഷനാണ്. പല ടൈപ്പ് സോഷ്യൽ മീഡിയാസ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെ ക്ലാസിഫിക്കേഷനാണ് എന്നുള്ളത് നമുക്ക് പറയാം. ഒന്നാമത്തെയാണ് ഇൻ്റർനെറ്റ് ഫോറം, 2 സോഷ്യൽ ബ്ലോഗ്സ്, പിന്നെ മൈക്രോ ബ്ലോഗ്സ്, വിക്കീസ്, സോഷ്യൽ നെറ്റ്വർക്ക്സ്, കണ്ടൻറ്റ് കമ്മ്യൂണിറ്റീസ്. ഇത്രയും സോഷ്യൽ മീഡിയാസാണ് നമുക്കുള്ളത്. 6 ടൈപ്പ് സോഷ്യൽ മീഡിയാസ് ഉണ്ട്. അപ്പോൾ എന്താണ് ഇൻ്റർനെറ്റ് ഫോറം എന്താ നോക്കാം. ഇൻ്റർനെറ്റ് ഫോറം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഒരു ഓൺലൈൻ ഡിസ്കഷന് വേണ്ടിയിട്ടുള്ളൊരു വെബ്സൈറ്റാണ്. അവിടെ എന്തെങ്കിലും ഒരു ത്രെഡ്, എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് പല ആൾക്കാരും ഡിസ്കസ് ചെയ്യുന്നു, അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്നു, മെസ്സേജുകളായിട്ട് പോസ്റ്റ് ചെയ്യുന്നു. അതിൻ്റെ ആ ത്രെഡിനെ ബേസ് ചെയ്തിട്ടുള്ള ഡിസ്കഷൻസ് അവിടെ നടക്കുന്നു. അപ്പോൾ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നൊരു പ്ലാറ്റ്ഫോമാണ് ഇൻ്റർനെറ്റ് ഫോറം എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് ഇവിടെ പറയുന്നുണ്ട് ഉബണ്ടു ഫോറം. ഉബണ്ടു ഫോറം എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് ഫോറത്തിൻ്റെ ഒരു എക്സാമ്പിളാണ്. പിന്നെ നെക്സ്റ്റ് ആണ് സോഷ്യൽ ബ്ലോഗ്സ്. ബ്ലോഗ് എന്താണെന്നറിയാലോ. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഫോർമാറ്റീവായിട്ടുള്ളൊരു കാര്യം ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ അത് പല സബ്ജക്റ്റുകളെ ബേസ് ചെയ്തിട്ട് നമുക്ക് ബ്ലോഗുകൾ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു, നമ്മുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നു. ആ അപ്ലോഡ് ചെയ്യുന്ന കണ്ടൻറ്റുകൾ ആൾക്കാർ കാണുന്നു, ഷെയർ ചെയ്യപ്പെടുന്നു അപ്പോൾ അതാണ് ബ്ലോഗ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സോഷ്യൽ ബ്ലോഗ് തന്നെയാണ് വെബ് ബ്ലോഗാണ്. നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു വെബ്സൈറ്റിൽ നമ്മൾ ഇൻഫോർമാറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്നു. ആ പോസ്റ്റ് ചെയ്യുന്ന ഓരോ കണ്ടൻറ്റുകളും അല്ലെങ്കിൽ ഓരോ ബ്ലോഗുകളും ഒരു ക്രോണോളജിക്കൽ ഓർഡറിലാണ് വരുന്നത്. അതായത് ലാസ്റ്റ് നമ്മൾ എന്താണ് അപ്ലോഡ് ചെയ്യുന്നത് അതായിരിക്കും മോസ്റ്റ് റീസെൻ്റ്ലി ആയിട്ടുള്ള നമ്മുടെ പോസ്റ്റായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ കണ്ടൻറ്റുകളാക്കി നമ്മൾ എന്ത് ചെയ്യുന്നു, ബ്ലോഗ്സ് വഴി ഷെയർ ചെയ്യുന്നു നമ്മളുടെ വെബ്സൈറ്റ് വഴി. അപ്പോൾ ഇതാണ് ബ്ലോഗ്സ്. എക്സാമ്പിളായിട്ട് പറയുന്നത് blogger.com, അതുപോലെ wordpress.com. ഇതൊക്കെ എന്താണ് സോഷ്യൽ ബ്ലോഗ്സിന് എക്സാമ്പിളാണ്. പിന്നെ നെക്സ്റ്റാണ് മൈക്രോ ബ്ലോഗ്സ്. മൈക്രോ ബ്ലോഗ്സ് എന്ന് വെച്ചാൽ എന്താ, ഈ ചെറിയ സെൻറ്റൻസുകൾ വഴിയോ ഇൻഡിവിജ്വൽ മെസ്സേജസ് വഴിയോ വീഡിയോ ലിങ്ക്സ് വഴിയൊക്കെ നമ്മളുടെ മെസ്സേജസ് ഷെയർ ചെയ്യുന്നു അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നു. അപ്പോൾ അതിനെയാണ് മൈക്രോ ബ്ലോഗ്സ് എന്ന് പറയുന്നത്. മെസ്സേജുകളായിട്ടോ അല്ലെങ്കിൽ ചെറിയ സെൻറ്റൻസുകളൊക്കെ ആയിട്ട് നമ്മളുടെ മെസ്സേജസ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൈക്രോ ബ്ലോഗ്സൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിളായിട്ട് പറയുന്നത് twitter.com ആണ്. പോപ്പുലറായിട്ടുള്ളൊരു മൈക്രോ ബ്ലോഗിങ് സൈറ്റാണ് twitter.com. നെക്സ്റ്റ് ഉള്ളതാണ് വിക്കീസ്. വിക്കീസ് നമുക്കറിയാം, അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന കണ്ടൻറ്റുകളൊക്കെ വിക്കീസിൽ നമുക്ക് നോക്കാം നമുക്കറിയാനായിട്ട് പറ്റുന്നുണ്ട്. അതായത് ഓരോരുത്തർക്കും കണ്ടൻറ്റുകൾ ആഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും എക്സിസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്ന ഇൻഫോർമേഷൻസിനെയൊക്കെ
ആ ഒരു വെബ് പേജിൽ എഡിറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് വിക്കീസ് നമ്മൾക്ക് യൂസ് ചെയ്യുന്നത്. ഒരു വിക്കീസ് എന്ന് പറയുന്നത് ഒരു കണ്ടൻറ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് ആഡ് ചെയ്യാനും അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യാനും എന്തെങ്കിലും മിസ്റ്റേക്സുകളോ എന്തെങ്കിലുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കറൻ്റ്ലി ഉള്ള ആ ഒരു ഇൻഫോർമേഷനെ പെട്ടെന്ന് തന്നെ എഡിറ്റ് ചെയ്യാനൊക്കെ നമുക്ക് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ നമ്മൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, ഈ വിക്കീസ് വഴി എല്ലാവർക്കും അറിയാനും പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്യപ്പെടാനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ വിക്കീസിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത് wikipedia.org അതാണ്. അപ്പോൾ wikipedia.org എന്ന് പറയുന്നത് എന്താണെന്ന് ഇവിടെ പറയുന്നത്, ഫ്രീ ഓൺലൈൻ എൻസൈക്ലോപീഡിയ ഈസ് ദ മോസ്റ്റ് പോപ്പുലർ വിക്കി ഓൺ വെബ് അല്ലേ. എൻസൈക്ലോപീഡിയ, അതായത് ഒരു വിധത്തിൽപ്പെട്ടിട്ടുള്ള മിക്ക കണ്ടൻറ്റുകളും നമുക്ക് വിക്കിപീഡിയ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ഇതാണ്, നമുക്ക് വേണ്ടുന്ന കണ്ടൻറ്റുകൾ ഷെയർ ചെയ്യുന്നു, അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യുന്നു, വീണ്ടും അപ്ലോഡ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. എന്താണോ നമ്മുടെ മെസ്സേജസ് അത് നമുക്ക് അറിയിക്കാം, നെറ്റ്വർക്ക് വഴി അറിയിക്കുന്നു. ഇനി നെക്സ്റ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത്. ഈ സോഷ്യൽ നെറ്റ്വർക്ക്സിലാണ് പേഴ്സണലി ഈ നമുക്ക് പറയേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറയണത്. അതായത് ഇപ്പം ഒരു സോഷ്യൽ നെറ്റ്വർക്ക് വഴി പേഴ്സണലായിട്ട് ഓരോരുത്തർക്കും ഓരോ വെബ് പേജുകൾ ഉണ്ടായിരിക്കും. ആ വെബ് പേജുകളിൽ അവരവരുടേതായിട്ടുള്ള കണ്ടൻറ്റുകൾ പോസ്റ്റ് ചെയ്യുന്നു, അത് ഷെയർ ചെയ്യുന്നു, അതിനെ ഡിപ്പെൻഡ് ചെയ്ത് കമൻസുകൾ വരുന്നു, അത് നമ്മൾ വായിക്കുന്നു അല്ലേ. അതായത് ഇപ്പോൾ കൂടുതലായിട്ട് ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം അല്ലേ, ലിങ്ക്ഡിൻ, ഇതൊക്കെ എന്താണ്, സോഷ്യൽ നെറ്റ്വർക്ക്സ് ആണ്. അതായത് അവിടെ നമ്മൾ ഇൻഡിവിജ്വലി ഓരോ വെബ് പേജുകളാണ്. ഇപ്പം എനിക്ക് ഒരു വെബ് പേജ് ഉണ്ട്, ഫേസ്ബുക്കിലൊരു അക്കൗണ്ട് ഉണ്ട്, വേറൊരാൾക്ക് ഒരു അക്കൗണ്ട് ഉണ്ട്. എനിക്ക് എൻ്റെ പേജിൽ എനിക്ക് ഇഷ്ടമുള്ള കണ്ടൻറ്റുകൾ പോസ്റ്റ് ചെയ്യുന്നു, അത് ഞാൻ ഷെയർ ചെയ്യുന്നു അല്ലേ. അതുവഴി എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും അത് വ്യൂ ചെയ്യാൻ പറ്റുന്നു, അവർക്കത് ഷെയർ ചെയ്യാൻ പറ്റുന്നു അല്ലേ. അങ്ങനെ പേഴ്സണലി ഒരു വെബ് പേജ് ബിൽഡ് ചെയ്ത് നമുക്ക് പറയേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഷെയർ ചെയ്യേണ്ട കാര്യങ്ങൾ അതുവഴി അറിയിക്കാം. അപ്പോൾ അതിനെയാണ് സോഷ്യൽ നെറ്റ്വർക്ക്സ്. എക്സാമ്പിൾസ് പറയുന്നുണ്ട്, facebook.com, linkedin.com അല്ലേ. അതൊക്കെ എന്താണ്, സോഷ്യൽ നെറ്റ്വർക്ക്സിന് എക്സാമ്പിളാണ്. അവിടെ നമുക്ക് ടെക്സ്റ്റായിട്ടോ പിക്ചറായിട്ടോ വീഡിയോ ഒക്കെ ആയിട്ടോ നമുക്ക് എന്ത് ചെയ്യാം, പോസ്റ്റുകൾ ഇടാം. അതുപോലെ തന്നെ കമൻറ്റ്സ് നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതെല്ലാം നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്, കുറച്ചുകൂടി കൂടുതൽ ഇൻഫോർമേറ്റീവ് ആവാനായിട്ടും പറ്റുന്നുണ്ട്. അപ്പോൾ അതാണ് സോഷ്യൽ നെറ്റ്വർക്ക്സ്. ഇനി നെക്സ്റ്റാണ് കണ്ടൻറ്റ് കമ്മ്യൂണിറ്റീസ്. കണ്ടൻറ്റ് കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത് ഫോട്ടോസായിട്ടും വീഡിയോസായിട്ടും കണ്ടൻറ്റുകൾ ഷെയർ ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ കണ്ടൻറ്റ് കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത്. വെബ്സൈറ്റുകളാണ് ഇപ്പോൾ പോപ്പുലറായിട്ട് നിൽക്കുന്നത് youtube.com, വീഡിയോ ഷെയറിങ്ങിന് വേണ്ടിയിട്ട് youtube.com, അതുപോലെ തന്നെ പിക്ചേഴ്സ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് flickr.com എന്ന് പറയുന്ന വെബ്സൈറ്റുമാണ് ഉള്ളത്. youtube.com നമുക്കറിയാം ഒരു വിധത്തിൽപ്പെട്ട എല്ലാ കണ്ടൻറ്റുകളും അല്ലേ, ഇൻഫോർമാറ്റീവ് ആയിട്ടുള്ള കണ്ടൻറ്റുകളൊക്കെ വീഡിയോ രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് യൂട്യൂബിലാണ് അല്ലേ. അപ്പോൾ യൂട്യൂബിൽ വീഡിയോസായിട്ടും അതുപോലെ തന്നെ പിക്ചേഴ്സ് രൂപത്തിൽ നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് flickr.com ഒക്കെ യൂസ് ചെയ്യും. അപ്പോൾ ഇതുപോലെയുള്ള ഒരു പ്ലാറ്റ്ഫോമിനെയാണ് നമ്മൾ കണ്ടൻറ്റ് കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ സോഷ്യൽ മീഡിയയുടെ ക്ലാസിഫിക്കേഷൻസ്. ഏതൊക്കെയായിരുന്നു, ഇൻ്റർനെറ്റ് ഫോറം, അതുപോലെ തന്നെ വിക്കീസ്, സോഷ്യൽ ബ്ലോഗ്സ്, മൈക്രോ ബ്ലോഗ്സ്, സോഷ്യൽ നെറ്റ്വർക്ക്സ്, കണ്ടൻറ്റ് കമ്മ്യൂണിറ്റീസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. ഇനി പറയുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് സോഷ്യൽ മീഡിയ. ഒരു സോഷ്യൽ മീഡിയ കൊണ്ടുള്ള ഗുണങ്ങൾ അല്ലെങ്കിൽ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെയാണ് ബ്രിങ് പീപ്പിൾ ടുഗെദർ അല്ലേ. നമുക്ക് പഴയകാല ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ സോഷ്യൽ നെറ്റ്വർക്ക് വഴി നമുക്ക് എന്താ പറയുക, ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സിനെയോ അല്ലെങ്കിൽ പുതിയ ഫ്രണ്ട്സിനെയോ ഒക്കെ ആയിട്ടുള്ള ആ ഒരു റിലേഷൻ നമുക്ക് കീപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അതാണ് ബ്രിങ് പീപ്പിൾ ടുഗെദർ എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് അഡ്വാൻറ്റേജ് ആണ് പ്ലാൻ ആൻഡ് ഓർഗനൈസ് ഇവൻറ്റ്സ്. അതായത് എന്തെങ്കിലും ഒരു കാര്യം നടത്തണം, എന്തെങ്കിലും ഒരു ആഘോഷം എന്തെങ്കിലും നമുക്ക് പെട്ടെന്ന് നടത്തണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ ഈ സോഷ്യൽ മീഡിയ വഴി ഡിസ്കസ് ചെയ്ത് പെട്ടെന്ന് തന്നെ ആ പ്ലാൻ ഓർഗനൈസ് ചെയ്യാനും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പറേഷൻസ് അല്ലേ, അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് സോഷ്യൽ മീഡിയ.
അപ്പോൾ പ്ലാൻ ആൻഡ് ഓർഗനൈസ് ഇവൻറ്റ്സ്. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ബിസിനസ് പ്രൊമോഷൻ അല്ലേ. ഇപ്പോൾ റീസെൻ്റ്ലി നമുക്കെല്ലാം എന്താ പറയുക, നമുക്ക് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ബിസിനസ്സുകളൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ബെസ്റ്റ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ഫേസ്ബുക്കിലായിക്കോട്ടെ, വാട്സപ്പിലായിക്കോട്ടെ, ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ, എവിടെയാണെങ്കിലും ഇപ്പോൾ നമ്മൾ കറൻ്റ്ലി എന്തെങ്കിലും ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ആഡുകളോ ഒക്കെ നമുക്ക് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മളുടെ ആ ബിസിനസ് വലുതാക്കി കൊണ്ടുവരാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ ബിസിനസ് പ്രൊമോഷൻ ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെയുള്ളതാണ് സോഷ്യൽ സ്കിൽസ് അല്ലേ. സോഷ്യൽ സ്കിൽസ് എന്ന് പറയുന്നത് എന്താ, ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും വളരെ എന്താ പറയുക, അപ്ഡേറ്റഡ് ആണ് അല്ലേ. കറൻ്റ്ലി നടക്കുന്ന എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും അത്യാവശ്യം അറിവും കാര്യങ്ങളൊക്കെ കിട്ടുന്നവരാണ്. അപ്പോൾ ഇതുവഴി നമുക്ക് എന്താ, നമ്മുടെ ഐഡിയാസ് അല്ലെങ്കിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനും അല്ലേ, അതിനുള്ളൊരു ഇതുകളൊക്കെ നമുക്ക് വളരുകയാണ്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഒരു പരിധി വരെ അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇൻഫോർമേറ്റീവായിട്ട് ഇരിക്കാനും, എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അതിനെപ്പറ്റി നമുക്ക് എന്തെങ്കിലും പറയാനോ അല്ലേ ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് സോഷ്യൽ സ്കിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും അഡ്വാൻറ്റേജസ് ആണ് സോഷ്യൽ മീഡിയയ്ക്കുള്ളത്. ബ്രിങ് പീപ്പിൾ ടുഗെദർ, പ്ലാൻ ആൻഡ് ഓർഗനൈസ് ഇവൻറ്റ്സ്, ബിസിനസ് പ്രൊമോഷൻ, സോഷ്യൽ സ്കിൽസ്. ഈ അഡ്വാൻറ്റേജസ് പറഞ്ഞ പോലെ തന്നെ ലിമിറ്റേഷൻസും സോഷ്യൽ മീഡിയയ്ക്ക് ഉണ്ട് അല്ലേ. അപ്പോൾ നെക്സ്റ്റ് പറയാൻ പോണത് ലിമിറ്റേഷൻസ് ഇൻ യൂസ് ഓഫ് സോഷ്യൽ മീഡിയ. ഒന്നാമത്തെയാണ് ഇൻട്രഷൻ ടു പ്രൈവസി. അതായത് ഇപ്പം സോഷ്യൽ മീഡിയയുടെ ഉപയോഗം വളരെയധികം കൂടുന്നതുകൊണ്ട് തന്നെ ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റീസ് ഒരുപാട് നടന്നു വരുന്നുണ്ട് അല്ലേ. ഇപ്പോൾ നമ്മളുടെ ഇൻഫോർമേഷൻസ്, പേഴ്സണലായിട്ടുള്ള ഇൻഫോർമേഷൻസ്, ഇമെയിൽ അഡ്രസ്സ്, നെയിം, ലൊക്കേഷൻ, ഏജ് അല്ലേ, ഇതൊക്കെ എന്താണ് പല ക്രൈംസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യപ്പെടുകയാണ് അല്ലേ. അപ്പം നമ്മളുടെ പ്രൈവസിക്ക് ഹാനികരമായിട്ടുള്ള രീതിക്കുള്ള ആക്ടിവിറ്റീസൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സോഷ്യൽ മീഡിയ വഴി ഒരുപാട് നടക്കുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് ലിമിറ്റേഷനാണ് അഡിക്ഷൻ അല്ലേ. നമുക്ക് ഒരു പരിധി വരെ നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് അഡിക്ഷനാണ്. നമ്മൾ ഒരു സമയം ഇപ്പം നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അപ്പോൾ അതിലുള്ളൊരു ചെറിയൊരു സമയം മാത്രമേ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കാൻ പറ്റുള്ളൂ. ഏത് നേരവും ഇതിൻ്റെ മുന്നിൽ തന്നെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കുള്ള സ്കിൽസ് എല്ലാം എന്താ പറയുക കുറഞ്ഞു വരികയാണ് ചെയ്യുക. നമ്മൾ ഫുള്ളി അതിലായിപ്പോവും. അപ്പോൾ അഡിക്ഷൻ എന്ന് പറയുന്നത് വലിയൊരു ലിമിറ്റേഷൻ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ. ഇപ്പോൾ എല്ലാവരും ഒരു വിധത്തിൽ അഡിക്റ്റഡ് ആയിട്ടാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇല്ലാതെ തന്നെ ആർക്കും പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ പാടില്ല. അപ്പോൾ അഡിക്ഷൻ എന്ന് പറയുന്നത് വലിയൊരു ലിമിറ്റേഷൻ തന്നെയാണ്. നെക്സ്റ്റ് ലിമിറ്റേഷനാണ് സ്പ്രെഡ് റൂമേഴ്സ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റിനെ പറ്റിയിട്ട് തെറ്റായിട്ടുള്ളൊരു കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം നടന്നു കഴിഞ്ഞാൽ തന്നെ പല രീതിക്ക് അത് വ്യാഖ്യാനപ്പെടുന്നുണ്ട് അല്ലേ. തെറ്റായിട്ടുള്ള റൂമേഴ്സൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ സ്പ്രെഡാവും. എന്തെങ്കിലും ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടായാൽ മതി, പെട്ടെന്ന് തന്നെ അത് വളരെയധികം വേഗത്തിൽ അത് സ്പ്രെഡായി എല്ലാവരിലേക്കും അത് പെട്ടെന്ന് തന്നെ എത്തും. അപ്പോൾ റൂമേഴ്സ് പെട്ടെന്ന് തന്നെ സ്പ്രെഡായി എത്തുന്നുണ്ട്. അപ്പോൾ അതും ഒരു ലിമിറ്റേഷനാണ്. അപ്പോൾ ഇത്രയാണ് സോഷ്യൽ മീഡിയയുടെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും ആയിട്ട് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് സൈബർ സെക്യൂരിറ്റീനെ പറ്റിയിട്ടാണ്. അപ്പോൾ സൈബർ സെക്യൂരിറ്റി എന്താണെന്ന് പറയുന്നത്, ഇപ്പം ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ കൂടുതൽ ഇൻഫോർമേഷൻസൊക്കെ നമ്മൾ എന്താണ് ഈ നെറ്റ്വർക്ക് വഴി നെറ്റ്വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഓരോ ക്രൈംസിന് വിധേയരാകേണ്ടി വരുന്നുണ്ട് അല്ലേ. ഒരുപാട് സൈബർ ക്രൈംസുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും സെക്യൂർഡായിട്ട് നിർത്തുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്, നമ്മുടെ നെറ്റ്വർക്കുകളാണെങ്കിലും ഇൻ്റർനെറ്റ് ആണെങ്കിലും എന്താണെങ്കിലും. അപ്പോൾ നമുക്കിനി പറയാനുള്ളത് എന്തൊക്കെയാണ് ഈ നെറ്റ്വർക്ക് യൂസ് ചെയ്യുമ്പോൾ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ അല്ലെങ്കിൽ ത്രെട്ടുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. എസ് ആയിട്ടൊക്കെ ചോദിക്കുന്നതാണ്, വൺ വേർഡായിട്ടും ഷോർട്ട് ക്വസ്റ്റ്യൻസൊക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ കുറച്ച് ത്രെട്ടുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് കമ്പ്യൂട്ടർ വൈറസ്, പിന്നെ വോം, പിന്നെ ട്രോജൻ ഹോഴ്സ്, സ്പാംസ്, ഹാക്കിംഗ്, ഫിഷിംഗ്,
ഡിനയൽ ഓഫ് സർവീസ്, ഡോസ് അറ്റാക്ക്, മാൻ ഇൻ ദി മിഡിൽ അറ്റാക്സ്. ഇത്രയും ത്രെട്ടുകളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ആണ് കമ്പ്യൂട്ടർ വൈറസ്. എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓരോ ഫയൽസായിട്ടോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്കായിട്ടോ തന്നെ സ്പ്രെഡായി വരുന്ന അല്ലേ ഓരോ ഒരു പ്രോഗ്രാമാണ് ഈ വൈറസ് എന്ന് പറയുന്നത്. ആ ഒരു പ്രോഗ്രാം ഒരു ഫയൽ വഴിയോ അല്ലെങ്കിൽ വേറൊരു കമ്പ്യൂട്ടറിൽ നിന്ന് വഴിയോ ഒരു കമ്പ്യൂട്ടറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം വൈറസ് വന്നു കഴിഞ്ഞാൽ നമ്മളറിയില്ല. പതുക്കെ അത് നമ്മളുടെ കമ്പ്യൂട്ടറിനെ എന്താ പറയുക, ഫയൽസിലായാലും നമ്മുടെ കമ്പ്യൂട്ടേഴ്സിനായാലും ഡാമേജ് ആക്കിക്കൊണ്ടിരിക്കും. എന്തെങ്കിലും നമ്മളുടെ കണ്ണിൽ കണ്ടാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ വൈറസ് കയറിയിട്ടുണ്ട് എന്നുള്ളത് അല്ലേ. അപ്പോൾ പതുക്കെ ആയിരിക്കും അത് സ്പ്രെഡ് ആവുക. വൺസ് നമ്മുടെ കമ്പ്യൂട്ടറിൽ അത് വന്നു കഴിഞ്ഞാൽ പതുക്കെ അത് ആക്റ്റീവായി ആ പ്രോഗ്രാം എന്താ പറയുക ആക്റ്റീവായി നമ്മുടെ കമ്പ്യൂട്ടറിനെ അത് ഡാമേജ് ആക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അതാണ് വൈറസ്. നെക്സ്റ്റ് ആണ് വോം. വോം എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡ് അലോൺ മാൽവെയറാണ്, മാൽവെയർ പ്രോഗ്രാമാണ്. അത് ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് സ്പ്രെഡായി വന്ന് നമ്മളുടെ കമ്പ്യൂട്ടറിലുള്ള എല്ലാ ഫങ്ഷണാലിറ്റീസിനെയും അത് നശിപ്പിച്ച് കളയും. ഇപ്പോൾ വോംസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള നെറ്റ്വർക്കിംഗ് സ്പീഡ് അതിനൊക്കെ സ്ലോ ഡൗൺ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് വോം ചെയ്യുക. ഇപ്പോൾ വൈറസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വൈറസ് ചെയ്യുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഫയൽസിനൊക്കെ മോഡിഫൈ ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വൈറസ് ചെയ്യുന്നത്. പക്ഷേ വോംസ് അങ്ങനെയൊന്നുമല്ല ചെയ്യുക. നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഫങ്ഷനിങ്ങിൻ്റെ ആ ഒരു സ്പീഡ് അതിനെ കുറയ്ക്കുകയാണ് ചെയ്യുക. പിന്നെ കൂടുതലായിട്ടും ഇമെയിൽസ് വഴിയൊക്കെയാണ് നമ്മുടെ കമ്പ്യൂട്ടേഴ്സിലേക്ക് വോംസ് എത്തുന്നത്. അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിന് ഇങ്ങനെയുള്ള രീതിക്കുള്ള ഡാമേജസ് ആണ് വരുന്നത്. നെക്സ്റ്റ് ആണ് ട്രോജൻ ഹോഴ്സ്. നമ്മുടെ കമ്പ്യൂട്ടറിന് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ്, പക്ഷേ അതുപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിനെ ഡാമേജും ആക്കുന്നുണ്ട്. വൺസ് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത് അല്ലെങ്കിൽ റൺ ചെയ്ത് കഴിഞ്ഞാൽ അധികം നമുക്ക് വെച്ച് ഇരിക്കാൻ പറ്റില്ല. കമ്പ്യൂട്ടറിൽ അധികമായിട്ട് നിർത്തി കഴിഞ്ഞാൽ ട്രോജൻ എന്താ ചെയ്യുന്നത്, നമ്മുടെ കമ്പ്യൂട്ടറിൽ അത് ആക്റ്റീവായി കമ്പ്യൂട്ടറിലുള്ള സീരിയസ് ഫയൽസിനെയൊക്കെ ഡിലീറ്റ് ചെയ്ത് നമ്മുടെ സിസ്റ്റം ആകെ ഡിസ്ട്രോയ് ചെയ്യും. പിന്നെ ട്രോജൻ ചെയ്യുന്ന കാര്യം നമ്മുടെ കമ്പ്യൂട്ടറിൽ ഒരു ബാക്ക് ഡോർ ഉണ്ടാക്കും. ബാക്ക് ഡോർ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഒരു സെക്യൂരിറ്റി കുറയ്ക്കും. അപ്പോൾ ഈ ബാക്ക് ഡോർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാലീഷ്യസ് ആയിട്ടുള്ള യൂസേഴ്സിനൊക്കെ നമ്മുടെ കമ്പ്യൂട്ടേഴ്സിനെ ആക്സസ് ചെയ്യാനും നമ്മുടെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ പേഴ്സണൽ ഇൻഫോർമേഷൻസിനൊക്കെ നെറ്റ്വർക്ക് വഴി ചോർത്തിയെടുക്കാനൊക്കെ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ട്രോജൻ ഹോഴ്സ് ഉണ്ടാക്കും. അപ്പം ട്രോജൻ എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടേഴ്സിന് എന്താ പറയുക ഡാമേജ് ആയിട്ട് അല്ലെങ്കിൽ ഡാമേജ് ചെയ്ത് നമ്മുടെ ഡീറ്റെയിൽസൊക്കെ ചോർത്തിയെടുക്കുന്ന ആ ഒരു ടൈപ്പ് ത്രെട്ടാണ്.